600 ദിവസത്തിന് ശേഷമാണ് നിവിൻ പോളിയുടെ ഒരു തിയേറ്ററിക്കൽ റിലീസ് വരുന്നത്. വീക്ക് ഡേ ആയിട്ട് പോലും, ആഫ്റ്റർനൂൺ ഷോ ആയിട്ട് പോലും 80% മുകളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞ ഒരു ദുബായിലെ ഒരു തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടത്. എല്ലാവരും, ക്രൗഡും മൊത്തം ചിരിച്ച് മറിഞ്ഞ് അർമാദിച്ച് കണ്ട ഭയങ്കര ക്യൂട്ട് ഫീൽ ഗുഡ് പ്രേത സിനിമ. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞാൻ സാധാരണ കാണുന്ന സിനിമകളുടെയൊക്കെ റിവ്യൂസ് എഴുതിയിടാറുണ്ട്. ഇപ്പോൾ എഴുത്ത് വായിക്കാനായിട്ട് അധികം ആളുകളൊന്നുമില്ല, എന്നാലും വീഡിയോ ചെയ്യാൻ മടിയാണ്. ഇതിന് മുന്നൊരു വീഡിയോ ആയിട്ട് എൻ്റെ അഭിപ്രായ പ്രകടനം ഞാൻ നടത്തിയത് തുടരും മൂവി ഇറങ്ങിയപ്പോഴാണ്. ഈ സിനിമ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇത് ഭയങ്കര ക്ലാസിക് സിനിമ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നിവിൻ പോളിയുടെ മിസ്സായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടികളും മൊത്തം ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. വിത്ത് പുള്ളിക്കാരൻ്റെ ഫുൾ ടീം, അജു വർഗീസ്, വിനീത്, അൽതാഫ്, അൽഫോൻസ് പുത്രൻ, അങ്ങനെ കുറേ പേര് ഇതിനകത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് പോരാതെ തന്നെ 2 നായികമാർ, പ്രീതി മുകുന്ദൻ ആൻഡ് റിയ ഷിബുവിനെ എല്ലാവർക്കും അറിയായിരിക്കും, പ്രൊഡ്യൂസറാണ്. പ്രീതി മുകുന്ദൻ ഇതിനു മുന്നേ മലയാളത്തിൽ തന്നെ രണ്ട് സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. 2 പേരും ഭയങ്കര നന്നായി പെർഫോം ചെയ്തതായിട്ട് തോന്നി. റിയ ഷിബുവാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഷോ സ്റ്റീലർ. നിവിൻ പോളിയുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള. ഇതിനു മുമ്പ് ഞാനൊരു സ്വല്പം മോശം സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ടൈറ്റിലിൽ പടം തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുന്നുണ്ട്, ഇത് ലോജിക്ക് ഇല്ലാത്ത സിനിമയാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ ലോജിക്ക് മാത്രമല്ല വേറൊരു തേങ്ങ അതിനകത്തില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നും അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു സ്റ്റോറി സത്യം പറഞ്ഞാൽ ഇല്ലോജിക്കലാണ്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ട സകലമാന സാധനങ്ങളും ഇതിനകത്തുണ്ട്. ക്രിസ്മസ് വിന്നർ എന്നുള്ളത് ഞാൻ ബോക്സ് ഓഫീസ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിവ്യൂ എഴുതുന്ന എല്ലാ സിനിമയുടെയും താഴെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലൊരു പ്രൊഡിക്ഷൻ ശരിയാവാൻ തെറ്റാവാം. പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ ക്രിസ്മസിന് ഇറങ്ങിയ മറ്റു സിനിമകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും ക്രിസ്മസ് വിന്നർ ആവാൻ ഏറ്റവും യോഗ്യമായ ഒരു സിനിമയാണ് സർവമായ. ഇത് ഭയങ്കര രസകരമായിട്ട്, ഇതിൻ്റെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത് കോമഡി തന്നെയാണ്. ഭയങ്കര ഉല്ലസിച്ച് ചിരിച്ചു പോവാം. ഒരു സത്യനന്ദിക്കാട് മൂവീസിൻ്റെ പോലെ തന്നെ ഒരു ക്ലൈമാക്സിൽ ഭയങ്കരമായൊരു ട്വിസ്റ്റോ പരിപാടികളോ ഒന്നും ഇല്ലാത്തൊരു ക്ലൈമാക്സ് ആണെങ്കിൽ പോലും മനസമാധാനമായിട്ട് കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങാവുന്ന ഒരു സിനിമയാണ് സർവമായ. ഇപ്പോൾ ആരെങ്കിലും ക്രിസ്മസിന് സിനിമയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഷുഡ് ബി സർവമായ. നിവിൻ പോളിയുടെ പഴയ ചാമും പരിപാടികളും എല്ലാം ഇതിനകത്ത് തിരിച്ചു വന്നിട്ടുണ്ട്.